കാശൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തന്നോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും എൻ്റെ ഒരു മനസ്സമാനത്തിന് വേണ്ടി പറയാ, 2 മാസം ഒട്ടും വരുമാനമില്ലാത്ത മാർഗങ്ങളാ. അത് മനസ്സിൽ കണ്ടു വേണം നമ്മുടെ ചെലവുകൾ പ്ലാൻ ചെയ്യാൻ. ഞാൻ ശ്രദ്ധിച്ചോളാം ഏട്ടാ. ജനറൽ ആശുപത്രിയിൽ പാലിറ്റീവ് കെയർ ഉണ്ട്. അവിടെ വിളിച്ചു പറഞ്ഞ ഫിസിയോതെറാപ്പി ഫ്രീ ആയിട്ട് ചെയ്തു തരുമെന്ന് രാഹുൽ പറയുന്നത് കേട്ടു. അതൊന്ന് അന്വേഷിക്കണം. ഫിസിയോതെറാപ്പി ഫ്രീ ആയ തന്നെ വലിയൊരു ആശ്വാസമായി. പിന്നെ മരുന്ന്, അത് ജനൌഷധിയിൽ നിന്ന് വാങ്ങിയാൽ മതി. 30% വരെ വിലക്കുറവ് കിട്ടും. എവിടെയൊക്കെ കാശ് ലാഭിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ലാഭിക്കണം. അങ്ങനെ ഓരോന്നും പിടിക്കണം. എന്നും കാശ് തന്ന് സഹായിക്കാൻ ശ്യാമള മേഡത്തിനോ രാഹുലിനോ ഒന്നും കഴിഞ്ഞൊന്നും വരില്ല. ഏട്ടൻ പേടിക്കണ്ട. കാശിന് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നാ എന്റെ ഒരു വള വിൽക്കാം. കാശുണ്ടാകുമ്പോ വാങ്ങാം. സ്വർണത്തിനിപ്പോ നല്ല വിലയുള്ള സമയം. 2 മാസത്തെ ചെലവ് നടത്താൻ ഒരു വള തന്നെ ധാരാളം. വിറ്റാലും അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ വാങ്ങിച്ചു തരും. എനിക്ക് ആഭരണത്തിലൊന്നും അത്ര കമ്പമില്ലെന്ന് ഏട്ടൻ അറിയില്ലേ? സ്വർണ നിക്ഷേപമാണ്. കാശില്ലാത്തപ്പോ ഇത് ഉപകരിക്കും. അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് വാങ്ങി തന്നില്ലെങ്കിലും എനിക്ക് പ്രയാസമൊന്നുമില്ല. ആ ദേ രാഹുലേട്ടൻ. ആ രാഹുലോ, ഭക്ഷണം കഴിച്ചാണോ? ഇല്ലെങ്കിൽ കഞ്ഞി കൊണ്ട് എടുക്കാം. ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. ആ പിന്നെ ഒരു ന്യൂസ് ഉണ്ട്. പകുതി സന്തോഷവും പകുതി ദുഃഖവും തരുന്നൊരു ന്യൂസാ. എന്താ അത്? ഗൗരിയുടെ കല്യാണം തീരുമാനിച്ചു. രാജീവാണ് വരൻ. ആണോ? നന്നായി. പക്ഷേ ഞാൻ അറിഞ്ഞത് ആ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിക്കില്ലെന്നാ. വേദയുടെ വാശി, അതിനെ എതിർക്കാൻ ഗിരിക്ക് പോലും പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? ഞാൻ അവളുടെ ഏട്ടനല്ലേ. എന്നെ ക്ഷണിച്ചാൽ എന്തോ കുഴപ്പം? അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. വേറൊരാള് പറഞ്ഞ് അറിയണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞത്. പണം വന്നു കൂടിയപ്പോ പലതും മറക്കണം തോന്നിക്കാണും വേദയ്ക്ക്. വേദ അങ്ങനെ വാശി പിടിക്കുന്നതിലല്ല, ഗിരിയും ഗൗരിയും അതിന് കൂട്ടുനിൽക്കുന്നതിൽ എനിക്ക് സങ്കടം. വേദയ്ക്ക് കുറ്റബോധം കാണും. കൊല്ലാൻ നോക്കിയ ആളെ കല്യാണത്തിന് വിളിക്കാൻ. ഏട്ടൻ ഭക്ഷണം കഴിക്ക. അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിച്ചോളൂ. വിവരം അറിഞ്ഞപ്പോ വന്ന് പറയണമെന്ന് തോന്നി. അതും മനസ്സിൽ വെച്ച് ഇനി ആദ്യം കയറ്റണ്ട കേട്ടോ. ഞാൻ ഇറങ്ങാ. സൂപ്പർ മാർക്കറ്റിൽ പോണ വഴിയായിരുന്നു. എങ്കിൽ ശരി. ശരി. ഏട്ടാ കഴിക്കേട്ടാ. വേണ്ട, മതി. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ? വയറ് നിറഞ്ഞു. എന്തു പറ്റിയേട്ടാ? ഏയ്, ഞാൻ വെറുതെ. പണ്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും അച്ഛനും ഞാനും കൂടി ഗിരിയും ഗൗരിയും നന്നായിട്ട് നോക്കണമെന്ന്. എന്നേക്കാളും ശ്രദ്ധ അമ്മയ്ക്ക് അവരുടെ കാര്യത്തിലായിരുന്നു. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെങ്കിലും അവര് മറന്നു. മറന്നൊന്നും ആയിരിക്കില്ല ഏട്ടാ. വിളിക്കാൻ വേദ സമ്മതിക്കാത്തതായിരിക്കും. പകരം വീട്ടാൻ കിട്ടുന്നൊരു അവസരമാണല്ലോ. അത് വേദ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ, എന്തായാലും കല്യാണം നടത്താൻ തീരുമാനിച്ചല്ലോ. അത് തന്നെ മഹാഭാഗ്യം. അവരവര് ചെയ്യുന്നത് അവരവർക്ക് കിട്ടും. ഒരു ദിവസം കൊണ്ടൊന്നും ജീവിതം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മളെ വിളിക്കാത്തവരുടെ ഗതി എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം. ഗിരി പോലും നമ്മളെ ഓർത്തില്ല. വേറെ ആരും മറന്നാലും അവൻ നമ്മളെ മറക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെ കഴിഞ്ഞിരുന്നവരെ നമ്മള്. ഗൗരി പിന്നെ വേദയുടെ ഭാഗത്താണെന്ന് പറയാം. അതുപോലാണ് ഗിരി.
ഗിരിക്കിപ്പോ ആ വീട്ടില് വലിയ റോളൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എല്ലാം വേദയും വേദയുടെ വീട്ടുകാരും കൂടിയായിരിക്കും തീരുമാനിക്കുന്നത്. അനുസരിക്കാതെ എന്തു ചെയ്യും? പണം മുഴുവൻ അവരുടെ കയ്യിലല്ലേ. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലേയാവോ? പറഞ്ഞു കാണില്ല. അറിഞ്ഞ അച്ഛൻ സമ്മതിക്കോ? എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് നടത്തുന്ന കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ല. വിധിയുടെ ഓരോ കളികളെ. വേദയെ പന പോലെ വളർത്തുന്നത് വലിയ വീഴ്ച വീഴ്ത്താൻ വേണ്ടിയായിരിക്കും ഏട്ടാ. ഒരു ദിവസം അത് സംഭവിക്കും. പാവം ഗിരി, അവന്റെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് സങ്കടം. അത്രയ്ക്ക് സങ്കടമൊന്നും വേണ്ട ഏട്ടാ. നിവർത്തികേടുകൊണ്ടെങ്കിലും ചില കാര്യങ്ങളില് ഗിരിക്ക് ശക്തമായ നിലപാടെടുക്കാം. അതെടുക്കാത്തത് അവന്റെ കുറവ് തന്നെയാ. വേദയുടെ വാക്ക് കേട്ട് ഇവിടെ വഴക്കിന് വന്നവനാ. നമ്മൾ എവിടെയെന്ന് കല്യാണത്തിന് വരുന്നവര് ചോദിക്കില്ലേ? അപ്പൊ അവരെന്ത് മറുപടി പറയും? നുണ പറയാനാണോ അവൾക്ക് പറ്റാത്തത്? വിളിച്ചിട്ടും മനഃപൂർവ്വം വന്നില്ലെന്നേ അവള് പറയൂ. അവള് കല്യാണം നടത്തുന്നത് നമുക്ക് ഇഷ്ടമല്ലെന്നോ അവള് പറയും. അങ്ങനെ പറയുമെങ്കിൽ വിളിച്ചില്ലെങ്കിലും പോവുക ശരിക്കും ചെയ്യേണ്ടത്. ഇറക്കി വിടാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ. എന്നിട്ട് മുന്നിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കണം. ഏട്ടനൊരു വാക്ക് പറഞ്ഞാ മതി, നമുക്ക് പോവാം. ഒരാളും തടയില്ല. വേണ്ട, വെറുതെ എന്തിനാ അവരുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? നല്ലൊരു ദിവസം, എന്നും ഓർത്തു വയ്ക്കേണ്ട ഒരു ദിവസം. അതിലൊരു കല്ലുകടി ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ എന്താണെന്നൊക്കെ പിന്നീട് ഗൗരി മനസ്സിലാക്കും. ജീവിതം തുടങ്ങുമ്പോൾ അപ്പ അവള് തിരിച്ചറിയും എന്റെയും നിന്റെയും വില. ഞാൻ പുറത്തുനിന്ന് വന്നവളാ. എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒന്നും വേണ്ട. അതുപോലെ അല്ല ഏട്ടൻ. ആ, കാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോന്നിന്റെയും കണക്ക് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ലല്ലോ. ഇതിനും കണക്ക് പറയേണ്ടി വരും. ബാക്കി നമുക്ക് അന്ന് സംസാരിക്കാം. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഒരു സിനിമയെ ചാൻസ് കിട്ടിയിട്ട് കാര്യമില്ല. ആ സിനിമ ഓടണം. എന്റെ സിനിമ ഓടുവച്ചാ. തിരക്കഥ ഞാൻ വായിച്ചു. ഒരു ഹിറ്റ് സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലമാ. നിനക്ക് വേണ്ടി എന്തുമാത്രം വഴിപാടാ ഞാൻ കഴിച്ചിരിക്കുന്നത്. അതിന്റെ മാത്രമല്ലമ്മേ, അവൾ ഈ വീട്ടിൽ കാലുകുത്തേന്റെ കൂടിയാ. വലിച്ചിന് ഡ്രസ് എടുക്കണ്ടേ? എന്തിന്? ഞാനെന്ന് കല്യാണത്തിനിട്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ടോളാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? വല്യച്ഛൻ അഭിമാനിയാ. വേദ കല്യാണം നടത്തുന്നോണ്ട് ഒരു രൂപ പോലും ചെലവാക്കാൻ വല്യച്ഛന് താല്പര്യമില്ല. പക്ഷേ അവർക്ക് വാങ്ങിക്കൊടുക്കണം. നീലിനും സ്വാധിക്കും. എന്റെ കൈ കൊണ്ട് തന്നാ മതി, ഞാൻ കൊണ്ട് കൊടുത്തോളാം. അത് അങ്ങനെ മതി. വേറൊന്നും അല്ല വല്യച്ഛ, നീലും സ്വാധീനം കല്യാണത്തിനുണ്ടാവില്ല. ഉണ്ടാവില്ലേ എന്ന് ആര് പറഞ്ഞു? പറഞ്ഞത് അവര് തന്നെയാ. കല്യാണം വിളിക്കാൻ ചെന്ന ചൂലെടുത്ത് ആട്ടുന്ന് അവള് പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് ആരും വിളിക്കാൻ പോയില്ല. അങ്ങനെ പറ, ക്ഷണിച്ചില്ല എന്ന് പറ. എന്റെ അതേ മനസ്സാ നീലിനും. ഇവള് അവന്റെ സ്വന്തം അനിയത്തിയാ. ഇവളുടെ കല്യാണത്തിന് അവൻ ഒരിക്കലും ഉണ്ടാവാതിരിക്കില്ല. ഉണ്ടാവരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, അതാണ് കാരണം. വേദയ്ക്കെതിരെ കേസ് കൊടുത്തവര് വേദ നടത്തുന്ന കല്യാണത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വേദയ്ക്കില്ലേ? വന്ന വഴക്ക് വല്ലതും നടക്കുന്ന വേദയ്ക്ക് പേടി. ഒരിക്കലും മുടങ്ങിയതാണല്ലോ കല്യാണം. ഇനി മുടങ്ങരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. വേദയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്റെ മോനാ നീല്. അവനും അവന്റെ ഭാര്യയല്ലാത്ത കല്യാണം ഈ വീട്ടിൽ നടക്കില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോയി വിളിക്കാം അവനെ. അവൻ വരും. ഞാൻ വിളിച്ചാ എന്റെ മോൻ വരും. അതൊന്നും വേണ്ട. വേദയ്ക്കെതിരെ അവരെന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കുന്ന അവളുടെ പേടി. അവരുണ്ടെങ്കിൽ അവള് കല്യാണത്തിനില്ല,
നിങ്ങൾ എല്ലാവരും കൂടി നടത്തിക്കൊള്ളാനാ പറഞ്ഞേ. വേദ വന്നില്ലെങ്കിൽ മണ്ഡപത്തിലേക്ക് ഞാൻ കയറില്ല. ആ ഇതിലിനി തർക്കം വേണ്ട. നീല് വരരുത്. അതാണല്ലോ ഇപ്പൊ നിങ്ങളുടെ ആവശ്യം. വേണ്ട, വിളിക്കണ്ട. ഞാനും വിളിക്കുന്നില്ല. പക്ഷേ എന്റെ മോനില്ലാത്ത ചടങ്ങിന് ഞാനുമില്ല. ഈ കിളവിനില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കില്ല. കല്യാണം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. വല്യച്ഛൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതാണ് ശരി. ഉപയോഗം കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ എന്താ ചെയ്യാ? ഉപേക്ഷിക്കും അല്ലേ? എന്റെ ഉപയോഗം കഴിഞ്ഞു, അതുകൊണ്ട് ഉപേക്ഷിക്കണം. വലിച്ച വരുന്നവരൊക്കെ വല്ലിച്ചനെ അന്വേഷിക്കില്ലേ? അതിനെ ഇവന്റെ ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളും. സ്വത്ത് തട്ടിയെടുക്കാൻ കാണിച്ച മിടുക്കിന്റെ 10-1 മതി അവക്ക് പറഞ്ഞൊഴിയാൻ. ഗിരി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കല്യാണം നടക്കും. വല്ലിച്ചൻ വരാതിരിക്കുന്നത് നമ്മൾ കാരണമല്ലല്ലോ. അതല്ല, രാജീവിന്റെ വീട്ടുകാർ അന്വേഷിച്ച എന്ത് പറയും? അതൊക്കെ വേദ നോക്കിക്കോളൂ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയമേ? ഞങ്ങൾക്ക് എന്തൊരുക്കം? ഒരുക്കം മുഴുവൻ അവിടെയല്ലേ. നമ്മൾ അന്ന് നിശ്ചയിച്ചതുപോലെ തന്നെയായിരിക്കും കല്യാണം. ആർഭാടത്തിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല. അമ്മ മരിച്ച മാസം ഒന്നും തികഞ്ഞിട്ടില്ല. ആളുകൾ എന്ത് പറയുവോ? ആഹാ. മരിച്ചുപോയ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൗരിയുടെ കല്യാണം നടത്തുക എന്നുള്ളത്. അത് നന്നായിട്ട് നടത്തിയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവ് തന്നെയാ വേദനിക്കുക. ആ അതും ശരിയാ. അമ്മമാർക്ക് എപ്പോഴും മക്കളുടെ വിചാരമല്ലേ ഉള്ളൂ. അമ്മ അങ്ങനെ തന്നെയാണോ? എപ്പോഴും രാജീവിന്റെ വിചാരം മാത്രമേ ഉള്ളോ? എനിക്ക് 2 മക്കള്. എന്നാലും രാജീവിനെ കുറിച്ച് എപ്പോഴും ഓർക്കാറ്. ഉള്ളത് പറയാലോ, കല്യാണം ഇങ്ങെത്തിയിട്ടും ഉള്ളിലെ പേടി ഇതുവരെ മാറിയിട്ടില്ല. എന്തിനാ അമ്മ പേടിക്കുന്നത്? അത് മോളെ, നിങ്ങളുടെ വീടിന് എന്തോ കാലദോഷമുണ്ട്. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന ആ കാലദോഷം എന്റെ വീട്ടിലേക്കും വരുമോ എന്നുള്ളതാ ചിന്ത. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മേ. ഞങ്ങളുടെ വീട്ടില് ദോഷങ്ങളൊന്നും ഇല്ലാന്ന് മാത്രമല്ല, ധാരാളം ഐശ്വര്യങ്ങളുണ്ട് താനും. എല്ലാവരുടെയും ജാതകം ഈയിടെ നോക്കിച്ചിരുന്നു. അച്ഛന്റെ ജാതകം ഒഴിച്ച് എല്ലാം ഉഗ്രനാ. അച്ഛന്റെ മാത്രമല്ല, 3 പേരുടെ ജാതകത്തിലാ ദോഷങ്ങൾ കണ്ടത്. അതാരുടെയൊക്കെയാ? ഒന്ന് അച്ഛൻ, പിന്നെ നീലിന്റെ ഭാര്യ സ്വാതി. ആ തടിച്ച കുട്ടിയോ? അതെ. അയ്യോ കഷ്ടം. എന്ത് നല്ല സ്വഭാവ കൂട്ടിയിട്ടതല്ലേ. അതമ്മയ്ക്ക് അധികം അടുപ്പമില്ലാത്തോണ്ട് തോന്നുന്നതാ. അടുത്തറിയാവുന്നവർക്ക് അവളെ കുറിച്ച് ശരിക്കും അറിയും. ആ അതും ശരിയാ. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാ, ജാതകദോഷം ഉള്ളത് കൊണ്ട് ഈ 3 പേരോടും മണ്ഡപത്തിലേക്ക് വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതെ നമ്മൾ നോക്കണമല്ലോ. എന്നുവെച്ച് അവരെ ഒഴിച്ചു നിർത്താൻ പറ്റുമോ? അവർക്ക് കല്യാണം കാണണ്ടേ? കാണാലോ, വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ഐശ്വര്യമില്ലാത്തവര് വന്ന് ദൃഷ്ടിദോഷം വീഴണ്ട അമ്മേ. ജോത്സ്യരും അത് തന്നെ പറഞ്ഞു. എന്നാലും സ്വന്തം ആങ്ങളെ അച്ഛനും ഒന്നും ഇല്ലാതെ സ്വന്തം അല്ലല്ലോ, വല്യച്ഛനും മോനും അല്ലേ. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ വിളിക്കാട്ടോ. പിന്നെ നാളെ എന്തെങ്കിലും സംഭവിച്ചാ എന്നെ കുറ്റം പറയരുത്. സംഭവിക്കുവോ? അവര് വന്നാ സംഭവിക്കും. തന്നെയല്ല, വല്യമ്മ മരിച്ചിട്ട് അധിക ദിവസമൊന്നും ആയില്ലല്ലോ. അവർക്കും പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല. എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ 3 ആളും കല്യാണത്തിനുണ്ടാവാതിരിക്കുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. എല്ലാം നിങ്ങൾ തീരുമാനിച്ചാ മതി, ഞങ്ങളുടെ ആരുമല്ലല്ലോ. ഞങ്ങള് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാലും എന്ത് തീരുമാനം എടുത്താലും അതുടനെ അമ്മയെ അറിയിക്കണമല്ലോ. അതാ പറഞ്ഞത്. മണ്ഡപത്തിൽ അവരെ കണ്ടില്ലാന്ന് വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അതുണ്ടാവാതെ അമ്മ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ ഈ മാല നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അതന്ന് പറഞ്ഞതാ ഒരു തവണ. ഞാനത് മറന്നു. എന്നാ ശരി അമ്മേ, ഇനി കല്യാണത്തിന്റെ അന്ന് കാണാം. ശരി. ഹൈ, കല്യാണ പാർട്ടി എന്താ ഇവിടെ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഒരുവിധം എല്ലാം കോൺട്രാക്ട് കൊടുത്തു. കല്യാണം മൊത്തത്തില് കോൺട്രാക്ട് എടുത്ത് നടത്തുന്ന ഇവന്റ് കമ്പനിക്കാരല്ലേ അവർക്ക്. അതെന്തായാലും നന്നായി. അതാവുമ്പോ എല്ലാം പ്രൊഫഷണൽ ആയിക്കോളും. എല്ലാം കൊള്ളാം. നീലിനെ സ്വാധീനം കല്യാണത്തിന് വിളിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും കല്യാണ പെണ്ണിന്റെ ഏട്ടനല്ലേ നീല്. മോശമല്ലേ വിളിക്കാതിരിക്കുന്നേ?
നീലിന് കല്യാണത്തിന് വരാൻ എന്താ കുഴപ്പം? കുടുംബക്കാരനല്ലേ, വിളിക്കാതെ തന്നെ വരാലോ. എന്നാലും മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? അവരിപ്പോ വേറെ താമസിക്കല്ലേ, ആ നിലയ്ക്ക് വിളിക്കണം. മനഃപൂർവ്വം ഞാൻ വിളിക്കാത്തത്. എന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും ഞാൻ നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കണ്ട. അത് മാത്രമല്ല, അവര് വന്നാ എല്ലാത്തിന്റെ മുമ്പിൽ കയറി ആ സ്വാതി നിൽക്കും. എനിക്കൊരു പ്രാധാന്യവും കിട്ടത്തില്ല. അങ്ങനെ പറ, അപ്പൊ അതാണ് കാര്യം. അതുകൊണ്ട് എന്നോട് കളിച്ച ഇതായിരിക്കും ഫലമെന്ന് അവരറിയട്ടെ. എന്നാലും ഇങ്ങനൊക്കെ ചെയ്യാൻ പാടില്ല മോളെ. നീ ചെന്ന് കയറിയ പെണ്ണല്ലേ, അവര് കുടുംബക്കാരാണേ. ഇന്ന് നീ നീലിനോട് ഇങ്ങനെ കാണിച്ച നാളെ നിന്നോടും ഇങ്ങനെ കാണിക്കും. എന്നോട് കാണിച്ചാ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഗണേശന്റെ കല്യാണത്തിന് നിന്നെ വിളിച്ചില്ലെങ്കിൽ നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ? അത് ഉണ്ടാവും. അതുപോലെ തന്നെ നീലിനും ഉണ്ടാവും. എന്റെ മോള് വഴക്കും വൈരാഗ്യവും ഒക്കെ തൽക്കാലം മറക്ക്. അവരെ ചെന്ന് വിളിക്ക്. അതുകൊണ്ട് നിനക്കൊരു നഷ്ടം ഉണ്ടാവില്ല, മറിച്ച് നന്മ മാത്രമേ ഉണ്ടാവൂ. എനിക്കാ നന്മ വേണ്ട. ഇത് വലിയ ശല്യമായല്ലോ. പറയാതിരുന്നാ മതിയായിരുന്നു. വിട്ടുകള മോളെ, അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അതൊക്കെ വിട്. ഞങ്ങള് കല്യാണ പെണ്ണിന് കൊടുക്കാൻ ഒരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ആണോ? നോക്കട്ടെ. ദാ. ആഹാ, കൊള്ളാലോ. നല്ല മാല. എന്നാലേ ഇത് അവൾക്ക് കൊടുക്കണ്ട, ഇത് ഞാൻ എടുക്കാൻ പോവാ. അപ്പൊ നമ്മളായിട്ട് പെണ്ണിനൊന്നും കൊടുക്കണ്ടേ? ഞാനും പെണ്ണാണല്ലോ. എന്റെ അച്ഛൻ ഇത്രയും ബുദ്ധിയില്ലാണ്ടായി പോയല്ലോ. എനിക്ക് കിട്ടിയ സ്വത്തിന്ന് ഞാൻ കൊടുത്താ ഈ കല്യാണം നടത്തുന്നത്. അതിന്റെ ചെലവ് എത്രയാണെന്നാ? അതിന്റെ ഇടയില് അച്ഛൻ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും അവൾക്ക് കൊടുക്കാൻ നിക്കണ്ട. വല്ല 1000 2000 കൊടുത്താ മതി, അതും ക്യാഷ് ആയിട്ട്. അപ്പോ ആ ക്യാഷ് എന്റെ കയ്യിൽ തന്നെ വരുമല്ലോ. അത് ഞാൻ ഓർത്തില്ല. അച്ഛന്റെ അല്ലേ മോള്, കല്യാണം പോലും ഇവൾക്ക് ബിസിനസ്സാ. അതെ, ബിസിനസ് തന്നെയാ. കണ്ടവർക്ക് വേണ്ടി കാശിറക്കി നോക്കണം, അപ്പൊ മനസ്സിലാവും വേദന. ഇത് പിന്നെ നിവൃത്തിയില്ലാതായി പോയി. സാരമില്ല, പോട്ടെ. മാലതി എന്ന സ്വത്തല്ലേ, അതിന്ന് ഇത്തിരി ഇങ്ങനെ പോയെന്ന് കരുതി വിഷമിക്കാനൊന്നുമില്ല. അത് തന്നെയാ എന്റെ ആശ്വാസം. എന്നാ പിന്നെ നേരം കളയുന്നില്ല. ചടങ്ങ് നടത്തുന്നത് ഇവന്റുകാരാണെങ്കിലും ഏതിനും ഞാൻ തന്നെ വേണം. 100 കൂട്ടം സംശയങ്ങൾ അവർക്ക്. എന്ന് ഞാൻ ചെല്ലട്ടെ അച്ഛാ? ആയിക്കോട്ടെ. പെണ്ണായ ദേ ഇങ്ങനെ വേണം. കല്യാണ പെണ്ണിന് കിട്ടിയ മാല വരെ അടിച്ചു മാറ്റുന്നവളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അവള് പറഞ്ഞാലും കാര്യമില്ലേ, അവളല്ലേ കല്യാണത്തിന് ചെലവ് മുഴുവൻ വഹിക്കുന്നത്. പിന്നെന്തിനാ നമ്മൾ വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അല്ലേ ഗണേശ? അതെ, അതാണ്. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏട്ടാ പോകുന്നത്. പണ്ടത്തെ പോലെ തിരിച്ചടിക്കിപ്പോ ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടി വരാറില്ല. മനസ്സിലായില്ല. ഗൗരിയുടെ കല്യാണം നമ്മളെ വിളിക്കാത്തതുകൊണ്ട് അച്ഛൻ അതിൽ പങ്കെടുക്കുന്നില്ലത്രേ. ആണോ? അതെ, അച്ഛനെ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കാൻ പല ശ്രമങ്ങളും നടത്തി നോക്കിയെന്ന് അറിയുന്നത്. അച്ഛൻ പക്ഷെ വഴങ്ങിയില്ല. എന്റെ അച്ഛനല്ലേ, വഴങ്ങോ? വേദം വണ്ടിയൊന്നും അല്ല. ഭാര്യ മരിച്ചിട്ട് അധിക ദിവസമൊന്നും ആവാത്തതുകൊണ്ട് അച്ഛൻ കല്യാണ മണ്ഡപത്തിൽ വരില്ലെന്ന് പറഞ്ഞിരിക്കുക രാജീവിന്റെ വീട്ടുകാരോട്. അവരത് വിശ്വസിച്ച മട്ട. എന്നാലും ചിലപ്പോ സത്യം അവരറിയും. അറിയാലോ അവരുടെ സ്വഭാവം. അന്ന് അമ്മ എവിടെയെന്ന് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരാ. അവർക്ക് വേണമെങ്കിൽ അച്ഛനും നമ്മളും ഇല്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കാം. അതവര് ചെയ്യൂ? അതറിയില്ല. വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും ആ വേദയുടെ അഹങ്കാരം കൊണ്ട് അതുപോലെ എന്തെങ്കിലും പറ്റിയാ
ഗൗരിയുടെ ഭാവി അതോടുകൂടി തീർന്നു. അയ്യോ, അതുണ്ടാവരുത്. ഒരു തവണ മാറ്റിവെച്ചതാ കല്യാണം. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? നമ്മളാണോ കല്യാണം നടത്തുന്നത്? ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതല്ല സ്വാതി, ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി ആ വീടിനില്ല, പ്രത്യേകിച്ചും അച്ഛന്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കല്യാണം മംഗളമായിട്ട് നടത്തണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏട്ടാ? നമ്മള് പുറത്ത് നിൽക്കുന്നവരല്ലേ? ആയിരിക്കും. പുറത്തായാലും അകത്തായാലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. വേണമെങ്കിൽ രാജീവിന്റെ വീട്ടുകാരെ ഞാൻ പോയിന്ന് കാണാം. വേദ പറഞ്ഞതുപോലെ അമ്മയുടെ മരണം നടന്നതുകൊണ്ടാ വരാത്തേന്ന് പറയാം. അത് വേണ്ട. നമ്മൾ അങ്ങനെ പറഞ്ഞാ അത് അവരെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പോകുന്നുണ്ടോ ഇല്ലയോ അതല്ല വിഷയം. പിന്നെ അച്ഛൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കണം. അതെങ്ങനെ പറ്റും? പോവില്ലെന്ന് അച്ഛൻ തീരുമാനിച്ചുറച്ച മട്ട. ആ തീരുമാനം ആര് വിചാരിച്ചാലും മാറുമെന്ന് തോന്നുന്നില്ല. വേറെ ആര് വിചാരിച്ചാലും മാറില്ല. എന്നാ നീ വിചാരിച്ചാൽ മാറും.